രഞ്ജിത്ത് ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് PSCയുടെ പുതിയ പാറ്റേണിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളാണ്. നമുക്കെന്തായാലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോക്കുക, ഹി ഹാസ് ബീൻ സെന്റൻസ്ഡ് ടു ഡെത്ത് ആസ് ഹി ഈസ് ഫൗണ്ട് ടു ഡാഷ് ദ ക്രൈം. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്: കമ്മിറ്റഡ്, ബീയിങ് കമ്മിറ്റഡ്, കമ്മിറ്റിംഗ്, ഹാവ് കമ്മിറ്റഡ്. ഇവിടെ എന്താണ് അർത്ഥമാക്കുന്നത്? He has been sentenced to death. നമുക്കറിയാം has been പ്ലസ് V3 എന്ന് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റിന്റെ പാസീവ് ഫോം ആണ്. പ്രസന്റ് പെർഫെക്റ്റ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇപ്പോഴങ്ങോട്ട് നടന്നു കഴിഞ്ഞ കാര്യത്തെ സൂചിപ്പിക്കുവാനും എന്താണ് പാസ്റ്റിലെ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇപ്പോഴും റെലവൻസ് ഉണ്ടെങ്കിൽ, പ്രസക്തി ഉണ്ടെങ്കിൽ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാം. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹി ഹാസ് ബീൻ സെന്റൻസ്ഡ് ടു ഡെത്ത്, അതായത് അവന് മരണശിക്ഷ വിധിച്ചു എന്നർത്ഥത്തില്ല. ആസ് കാരണം എന്താ? ഹി ഈസ് ഫൗണ്ട്, അവൻ കാണപ്പെടുന്നു, അല്ലെങ്കിൽ കോടതി അവനെ എന്തായിട്ട് കാണുന്നു? ടു ഡാഷ് ദ ക്രൈം, ആ കുറ്റം, ആ ക്രൈം ചെയ്തതായിട്ട്. അപ്പം ഇങ്ങനെ അർത്ഥം മനസ്സിലാക്കിയിട്ട് നമുക്കിവിടെ ടൂവിന് ശേഷം എന്തായിരിക്കും നമ്മൾ എഴുതേണ്ടി വരിക? അതാണ് ഇവിടെ ചോദ്യം. അപ്പൊ ഇവിടെ അവൻ ആ ക്രൈം ചെയ്തു എന്നർത്ഥമാണ് നമുക്ക് വരേണ്ടത്. അപ്പൊ ചെയ്തു എന്നൊരർത്ഥം വരണമെങ്കിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത്? സിമ്പിൾ പാസ്റ്റ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ഫോം ഉണ്ട്, ഏത്? കമ്മിറ്റഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് കണ്ടതുകൊണ്ട് പലരും എന്ത് ചെയ്യും? ഈ എ എന്ന് പറയുന്ന ഓപ്ഷൻ എഴുതി വെക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഏത് പ്രിപ്പോസിഷൻ വന്നിട്ടുണ്ട്? ടു എന്നൊരു പ്രിപ്പോസിഷൻ വന്നിട്ടുണ്ട്. ടു എന്ന പ്രിപ്പോസിഷൻ ശേഷം മിക്കപ്പോഴും നമ്മൾ ഒരു വെർബ് എഴുതുമ്പോൾ ആ വെർബിന്റെ യഥാർത്ഥ രൂപമാണ് എഴുതുന്നത്. ഇവിടെ നോക്കുമ്പോൾ കമ്മിറ്റഡ് എന്ന് പറയുമ്പോൾ അത് സിമ്പിൾ പാസ്റ്റ് ഫോമാണ്, അതിന്റെ യഥാർത്ഥ രൂപം അല്ല. അപ്പൊ അതുകൊണ്ട് ഇത് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ ടു വന്നതുകൊണ്ട്. ഇനി നോക്കുമ്പോൾ ബീയിങ് കമ്മിറ്റഡ് എന്ന് പറയുമ്പോൾ അത് പാസീവ് ഫോമായി മാറും. ഇവിടെ ടുവിന് ശേഷം ആക്റ്റീവ് ഫോം തന്നെയാണ് വേണ്ടത്. ഇവിടെ ക്രിയയായിട്ട് നിൽക്കുന്നതുകൊണ്ട് ING ഫോം നമുക്ക് എഴുതാൻ പറ്റത്തില്ല. പിന്നുള്ളത് എന്താണ്? ഹാവ് കമ്മിറ്റഡ് ആണ്. ഇവിടെ നോക്കുമ്പോൾ ഹാവ് എന്താണ്? V1 ഫോമാണ്, യഥാർത്ഥ രൂപമാണ്. എന്തിന്റെ? ഹാവിന്റെ. അപ്പോൾ അതുകൊണ്ട് ടു ഹാവ് നമുക്ക് എഴുതാം. എന്നിട്ട് പിന്നെ ടൂവിന് ശേഷം വരേണ്ടത് V1 ആവണമെന്നേ ഉള്ളൂ. അതിനുശേഷം പിന്നെ V3 വന്നാലും കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ഇവിടെ കറക്റ്റ് ആയിട്ട് വരിക ഏതായിരിക്കും? ഈ ഹാവ് കമ്മിറ്റഡ് എന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മളിവിടെ കമ്മിറ്റഡ് എന്ന് എഴുതാഞ്ഞത്? ചെയ്തു എന്നാണ് അർത്ഥം വരുന്നെങ്കിലും നമ്മളിവിടെ കമ്മിറ്റഡ് എന്ന് എഴുതാൻ പറ്റാഞ്ഞത് എന്തുകൊണ്ടാണ്? ഇവിടെ ടു വന്നതുകൊണ്ട്. ടു ഇല്ല എങ്കിൽ നമുക്ക് ചെയ്തു എന്ന അർത്ഥത്തിൽ കമ്മിറ്റഡ് നമുക്ക് എഴുതാം. എന്നാൽ ഇവിടെ ടു വന്ന സ്ഥിതിക്ക് V2 ഫോം പാടില്ല, V1 ഫോമേ വരാൻ പാടുള്ളൂ. ഇതും ഇവിടെ പറ്റില്ല. ഇത് പാസീവ് ആണ്, പിന്നെ ഇത് ING ഫോമാണ്, പറ്റത്തില്ല. പിന്നെ നോക്കുമ്പോൾ ഇവിടെ ഹാവ് വന്നിട്ടുണ്ട്. ഹാവ് V1 ഫോമാണ്. എന്തിന്റെ? ഹാവിന്റെ യഥാർത്ഥ രൂപം തന്നെയാണ്. അപ്പോൾ ടൂവിന് ശേഷം നമുക്ക് ഹാവ് എഴുതാം. പിന്നീട് നമുക്ക് V3 എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഇതാണ് കറക്റ്റ് ആൻസർ, ഹാവ് കമ്മിറ്റഡ്. അടുത്ത ചോദ്യം, ഡാഷ് ഹിസ് വർക്ക് he left his office and played cricket with his friends. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്: ഫിനിഷ്ഡ്, ഫിനിഷിംഗ്, ഹാവിംഗ് ഫിനിഷ്ഡ്, ആഫ്റ്റർ ഫിനിഷ്ഡ്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അവന്റെ വർക്കൊക്കെ അവൻ ഫിനിഷ് ചെയ്തതിന് ശേഷം he left his office, അവൻ എന്ത് ചെയ്തു? അവന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി, and played cricket with his friends, അവന്റെ കൂട്ടുകാരോടൊപ്പം അവൻ ക്രിക്കറ്റ് കളിച്ചു എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ശേഷം എന്നൊരർത്ഥം വരണം. അപ്പൊ നമ്മൾ ആരെ നോക്കും? അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് നോക്കും. നോക്കുമ്പോൾ ഇവിടെ ആഫ്റ്റർ കിടപ്പുണ്ട്. ആഫ്റ്ററിന്റെ അർത്ഥം എന്താ? ശേഷം എന്നാണ്. പിന്നെ നോക്കുമ്പോൾ ഫിനിഷ്ഡ് എന്ന് വന്നിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ആഫ്റ്റർ എന്താണ്? ഒരു പ്രിപ്പോസിഷൻ ആണ്. പ്രിപ്പോസിഷൻ ശേഷം വരേണ്ട വെർബ് ഫോം ING ഫോം ആയിരിക്കണം. ടൂവിന്റെ കാര്യത്തിൽ അങ്ങനല്ല. ടൂവിന്റെ കാര്യത്തിൽ മിക്കപ്പോഴും V1 ഫോം ആണ്. ഓക്കെ, എന്നാൽ ടു ഒഴിച്ച് ബാക്കി ഏത് പ്രിപ്പോസിഷനും വന്നാലും അതിനുശേഷം വരേണ്ട വെർബ് ഫോം എന്തായിരിക്കണം? ING ഫോം ആയിരിക്കണം. ഇവിടെ ആഫ്റ്റർ ഫിനിഷ്ഡ് എന്നുള്ളതിന് പകരം ആഫ്റ്റർ ഫിനിഷിംഗ് എന്നായിരുന്നെങ്കിൽ ശരിയായേനെ. എന്നാൽ ഇവിടെ ആഫ്റ്റർ കഴിഞ്ഞിട്ട് ഫിനിഷ്ഡ് വന്നതുകൊണ്ട് നമുക്ക് ഇതിനെ പരിഗണിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ ആഫ്റ്ററിന്റെ അതേ അർത്ഥം വരുന്ന ഒരു ഫോം, അല്ലെങ്കിൽ അതിനുശേഷം എന്ന അർത്ഥം വരുന്ന ഒരു ഫോമും നമുക്ക് ഉണ്ട്. അതേതാണ്? ഹാവിങ് പ്ലസ് V3. അതായത് ഹാവിങ്ങിനോടൊപ്പം V3 ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനുശേഷം എന്നൊരർത്ഥം നമുക്ക് കിട്ടും. അപ്പൊ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. നോക്കുമ്പോൾ ഇവിടെ ഉണ്ട് ഹാവിങ്, പിന്നെ ഫിനിഷ്ഡ്. ഹാവിങ് ഫിനിഷ്ഡ് എന്ന് പറയുന്നതും ആഫ്റ്റർ ഫിനിഷിംഗ്
എന്ന് പറയുന്നതും സെയിം അർത്ഥമാണ്. പൂർത്തീകരിച്ചതിന് ശേഷം എന്നാണ് അർത്ഥം. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ ഏതാണ്? ഈ പറഞ്ഞ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അടുത്ത ചോദ്യം, മീന ആൻഡ് ഹെർ സിസ്റ്റർ വെർ ഗോയിങ് ഹോം ആഫ്റ്റർ അറ്റൻഡിങ് എ ഡാൻസ് പ്രോഗ്രാം. ഫൈൻഡ് ഔട്ട് ദ ആഡ്വർബ് ഹിയർ. അതായത് ഈ പറയുന്ന സെന്റൻസിൽ ഒരു ആഡ്വർബ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. ഇവിടെ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്, ആഫ്റ്റർ ഡാൻസ് പ്രോഗ്രാം ഹോം. അപ്പൊ നമ്മൾ ആദ്യം ആഫ്റ്ററിനെ നോക്കുന്നു. ആഫ്റ്റർ നമുക്കറിയാം എന്താണ്? പ്രിപ്പോസിഷനാണ്. ഇനി അടുത്തത് ഡാൻസ്. ഈ ഡാൻസ് ഈ പറയുന്ന സെന്റൻസിൽ എന്തായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. നോക്കുമ്പോൾ ഡാൻസ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ ഈ പ്രോഗ്രാമിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഡാൻസ് എന്ന് പറയുന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രോഗ്രാം എന്ന് പറയുന്നത് നൗൺ ഫോം ആണ്. അപ്പൊ നൗണിനെ വിശേഷിപ്പിക്കുന്നത് നമുക്ക് എന്ത് വിളിക്കാം? അഡ്ജക്റ്റീവ് എന്ന് വിളിക്കാം. ഈ സെന്റൻസിൽ ഡാൻസ് എന്തായിട്ടാണ് നിൽക്കുന്നത്? അഡ്ജക്റ്റീവ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അതും പറ്റത്തില്ല. ഇനി പ്രോഗ്രാം നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താ? നൗൺ ആണ്. അതും പറ്റത്തില്ല. ഇനി ഹോം, വീട്, അത് നമ്മുടെ മനസ്സിൽ നൗൺ ആയിട്ടാണ് നിൽക്കുക എപ്പോഴും, കാരണം വീട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ ഹോം എന്ന് പറയുന്ന വേർഡിന് തൊട്ടു മുമ്പ് ഒരു വെർബ് വന്നു കഴിഞ്ഞാൽ ഈ ഹോം എന്തായി മാറും? ആഡ്വർബായി മാറും. നമ്മൾ ഗോ ടു ഹോം എന്ന് പറയത്തില്ല. ഇത് നമ്മൾ എങ്ങനെ പറയത്തുള്ളൂ? ഗോ ഹോം എന്നേ പറയത്തുള്ളൂ. ടു വേണ്ട. അങ്ങനെ വരുമ്പോൾ ഈ ഗോ എന്ന് പറയുന്ന വെർബും അതിനെ വിശേഷിപ്പിക്കുന്ന ആഡ്വർബുമായിട്ടാണ് ആര് നിൽക്കുന്നത്? ഹോം നിൽക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഇവിടെ ഹോം എന്തായിട്ടാണ് നിൽക്കുന്നത്? ആഡ്വർബാണ്. നമ്മുടെ ചോദ്യം അത് തന്നെയാണ്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഈ ഹോം ആണ്. ഇതാണ് ഇവിടുത്തെ ആഡ്വർബ്. അടുത്ത ചോദ്യം, പ്ലീസ് ഡോണ്ട് ഹാങ് ഡാഷ് യുവർ ഫോൺ, ഐ ഹാവ് വൺ തിങ് മോർ ടു ഷെയർ വിത്ത് യു. അപ്പം നമുക്ക് ഹാങ് ഓൺ എന്നും പറയാം, ഹാങ് അപ്പും പറയാം. എന്തുമായി ബന്ധപ്പെട്ട്? ഫോണുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ എപ്പോഴായിരിക്കും ഹാങ് ഓൺ എന്ന് പറയുന്നത്? ഫോൺ കട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഹാങ് ഓൺ എന്ന് പറയുന്നത്. ഹാങ് അപ്പ് എന്ന് പറയുമ്പോഴോ കട്ട് ചെയ്യാനാണ് നമ്മൾ ഹാങ് അപ്പ് പറയുന്നത്. അപ്പൊ ഇവിടെ ഫോൺ കട്ട് ചെയ്യണമോ അല്ലെ കട്ട് ചെയ്യണ്ടായോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തുടർന്ന് വന്നിരിക്കുന്ന ഭാഗത്തെ ആശ്രയിച്ചാണ്. ഇവിടെ എന്താ പറയുന്നത്? എനിക്കൊരു കാര്യവും കൂടെ നിന്നോട് ഷെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനൊരു പർപ്പസ് ഉള്ളപ്പോൾ നമ്മൾ എങ്ങനെ പറയത്തുള്ളൂ? ഫോൺ കട്ട് ചെയ്യരുതെന്നേ പറയത്തുള്ളൂ. പ്ലീസ് ഡോണ്ട് ഇവിടെ വന്ന സ്ഥിതിക്ക് ഹാങ് അപ്പ് എന്നാണ് വരേണ്ടത്. ഹാങ് അപ്പ്. പ്ലീസ് ഡോണ്ട് ഹാങ് അപ്പ് യുവർ ഫോൺ. ദയവായി നിങ്ങളുടെ ഫോൺ നിങ്ങൾ കട്ട് ചെയ്യരുതേ. എനിക്ക് ഒരു കാര്യം കൂടെ നിന്നോട് പറയാനുണ്ട്. ഇവിടെ അപ്പാണ് വരേണ്ടത്. അടുത്ത ചോദ്യം, മോഹൻ പെർഫോം വെൽ ഇൻ ദ ക്വിസ് കോമ്പറ്റീഷൻ. ഹിയർ ദ പ്രെഡിക്കേറ്റ് നൗൺ ഈസ്. ഇവിടെ ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്. അതിലെ പ്രെഡിക്കേറ്റ് നൗണിനെ കണ്ടെത്താനാണ് പറയുന്നത്. നമുക്കറിയാം ഒരു സെന്റൻസിൽ നമുക്ക് രണ്ടായി തരംതിരിക്കാം. എങ്ങനെയൊക്കെ? സബ്ജക്റ്റ് എന്നും പ്രെഡിക്കേറ്റ് എന്നും. ഇതാണ് സബ്ജക്റ്റ്. സബ്ജക്റ്റിന് ശേഷം ബാക്കി വന്നിരിക്കുന്ന എല്ലാത്തിനെയും നമുക്ക് വിളിക്കാം പ്രെഡിക്കേറ്റ് എന്ന് പറയാം. ഇനി പ്രെഡിക്കേറ്റ് നൗൺ എന്ന് വെച്ചാൽ എന്താ? ഈ പ്രെഡിക്കേറ്റിൽ കാണപ്പെടുന്ന നൗൺ. ഇവിടെ നോക്കാം, ഈ പറയുന്ന പ്രെഡിക്കേറ്റ് നോക്കുമ്പോൾ ഈ പെർഫോംഡ് എന്ന് പറയുന്നത് എന്താണ്? ഈ പ്രെഡിക്കേറ്റിലെ വെർബാണ്. അതുകൊണ്ട് പ്രെഡിക്കേറ്റ് വെർബ് എന്ന് വിളിക്കാം. ഇനി വെൽ എന്ന് പറയുമ്പോൾ ആഡ്വർബാണ്. നമുക്ക് പ്രെഡിക്കേറ്റ് ആഡ്വർബ് എന്ന് വിളിക്കാം. ഇൻ എന്ന് പറയുന്നത് എന്താണ്? പ്രിപ്പോസിഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് പ്രെഡിക്കേറ്റ് പ്രിപ്പോസിഷൻ എന്ന് വിളിക്കാം. ദ എന്ന് പറയുന്നത് ഡിറ്റർമിനർ ആണ്. അതുകൊണ്ട് നമുക്ക് പ്രെഡിക്കേറ്റ് ഡിറ്റർമിനർ എന്ന് വിളിക്കാം. ഈ ക്വിസ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ കോമ്പറ്റീഷൻ ഇവിടുത്തെ നൗണും ക്വിസ് ഇവിടുത്തെ അഡ്ജക്റ്റീവുമാണ്. അതുകൊണ്ട് നമുക്ക് ക്വിസിനെ പ്രെഡിക്കേറ്റ് അഡ്ജക്റ്റീവ് എന്ന് വിളിക്കാം. ഇനി പ്രെഡിക്കേറ്റ് നൗൺ എന്ന് പറയുന്നതായിരിക്കും ഈ കോമ്പറ്റീഷൻ ആയിരിക്കും. ഓക്കെ, ഇവിടെ പ്രെഡിക്കേറ്റ് നൗൺ ആണ്, അത് കോമ്പറ്റീഷൻ ആണ്. അടുത്ത ചോദ്യം, പിക്ക് ഔട്ട് ദ കറക്റ്റ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എമോങ് ദ ഫോളോയിങ്. ശരിയായ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എടുത്തതാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കുമ്പോൾ എല്ലാത്തിന്റെ അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഇൻട്രോഗേറ്റീവ് ആയിട്ട് തോന്നും. എന്നാൽ ശരിയായിട്ടുള്ള ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ഇവിടെ നോക്കും. ഓ എന്ന് പറഞ്ഞു, എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് വന്നാലും ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസിന്റെ വിഭാഗത്തിലേ പെടുകയുള്ളൂ. ഇനി വെൻ ഹി കെയിം ഹിയർ എന്ന് പറയുന്നത് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണ്. പക്ഷേ ഇത് ഗ്രാമാറ്റിക്കലി അതിന്റെ സ്ട്രക്ചർ തെറ്റിക്കിടക്കുകയാണ്. കാരണം ക്വസ്റ്റ്യൻ വേർഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സഹായക്രിയയാണ് വരേണ്ടത്. അതിനുശേഷം സബ്ജക്റ്റ്, പിന്നെ വെർബ്, അങ്ങനെ വരാവൂ ഇൻട്രോഗേറ്റീവ് സെന്റൻസിന്റെ രീതി എന്ന് പറയേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ സഹായക്രിയ ഉണ്ട്, പക്ഷെ അത് സബ്ജക്റ്റിന് ശേഷം ഈ കമ്മിനോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. ആക്ച്വലി ഇത് എങ്ങനെയാ പറയേണ്ടത്? വെൻ ഡിഡ് ഹി കം ഹിയർ എന്നാ പറയേണ്ടത്. അടുത്ത് ഹാവ് യു ലെൻഡ് ദ മണി എന്ന് പറയുമ്പോൾ ഹാവ് എന്ന് പറയുന്ന സഹായക്രിയ ഇവിടെ ഉണ്ട്,
സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്, ബാലൻസും ഉണ്ട്. അപ്പൊ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ശരിയായിട്ട് തോന്നും. പക്ഷെ ഇവിടെ തെറ്റുണ്ട്. എന്താണ്? ഈ ലെൻഡ് ആണ്. ഹാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ V3 ഫോമേ വരാവൂ. ഈ ലെൻഡ് ഇവിടെ എന്തായിട്ടാണ് വന്നിരിക്കുന്നത്? V1 ഫോമിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതും തെറ്റാണ്. പിന്നെ നോക്കാം ഇത് ശരിയാണോ എന്ന്. നോക്കുമ്പോൾ ഹാഡ്, ഷീ, കട്ട്. ഹാഡോ ഹാവോ വന്നു കഴിഞ്ഞാൽ പിന്നെ V3 ഫോമേ വരാവൂ. ഇവിടെ കട്ട് എന്തായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്? V3 ആണ്. കാരണം കട്ടിന്റെ V1ഉം V2ഉം V3 എല്ലാം കട്ട് തന്നെയായിരിക്കും. അപ്പൊ ഹാഡ് ഷീ കട്ട് ദ കേക്ക്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, റീഡ് ദ ഫോളോയിങ് 4 parts of a sentence and rearrange them to make a meaningful sentence. Then identify which part should come second in the sentence. ഇവിടെ സെന്റൻസ് ഡിസോർഡർ ആയി കൊടുത്തിരിക്കുകയാണ്. അതിനെ നമ്മൾ ആദ്യം ഓർഡർ ആക്കുക. അങ്ങനെ ഓർഡർ ആക്കി നോക്കുമ്പോൾ ഇതിൽ ഏതായിരിക്കും രണ്ടാമത് വരുന്നത് അത് നമ്മൾ ആൻസർ ആയിട്ട് എഴുതണം. ഇവിടെ നോക്കുമ്പോൾ ഇൻ റിലേഷൻഷിപ്സ് വിത്ത് അതേഴ്സ്, ടു ബി ഹ്യൂമൻ ഈസ് ടു എൻഗേജ് ആൻഡ് വിത്ത് ദ വേൾഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ഓർഡർ ആക്കാൻ പറ്റും? ടു ബി ഹ്യൂമൻ ആദ്യം വരണം. ടു ബി ഹ്യൂമൻ ഈസ് ടു എൻഗേജ് അത് രണ്ടാമത്, പിന്നെ ഇത് മൂന്നാമത്, ഇത് നാലാമത്. ഇപ്പൊ ഇവിടെ രണ്ടാമത് വന്നിരിക്കുന്നത് ഈസ് ടു എൻഗേജ് ആണ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ ഡാഷ് ലുക്ക് ഓൺ ഹെർ ഫേസ് വാസ് റിയലി ഷോക്കിംഗ്. ഇപ്പൊ വിറുലന്റ് ആണോ, വൈബ് ആണോ, വിസിസ്റ്റീവ്ഡ് ആണോ, വിറാഗോ ആണ്? വിറുലന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വളരെ ആംഗ്രി ആയിട്ടുള്ള, അഗ്രസീവ് ആയിട്ടുള്ളതാണ് വിറുലന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൈബ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? തോന്നൽ അല്ലെങ്കിൽ ഭാവം എന്നൊക്കെ അർത്ഥമില്ല. വിസിസ്റ്റീവ്ഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മാറ്റം. വിറാഗോ എന്ന് വെച്ചാൽ എന്താണ്? കലഹം ഉണ്ടാക്കുന്നതിൽ താല്പര്യമുള്ള സ്ത്രീകൾ, ലൈക്ക് കലഹപ്രിയ എന്നൊക്കെ നമുക്ക് പറയാം. ഇപ്പൊ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അവന്റെ കോപം, അവന്റെ ദേഷ്യഭാവം ഷോക്ക് ചെയ്യിപ്പിച്ചു എന്നവർ. അപ്പൊ വിറുലന്റ് ആണ് ഇവിടെ വരേണ്ടത്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഹിസ് ഡാഷ് വാസ് ദാറ്റ് ഹി വാസ് ഓൺ ബോർഡ് ദ ട്രെയിൻ അറ്റ് ദ ടൈം ഓഫ് ദ ക്രൈം. അവന്റെ വാദം എന്ന് പറയുന്നത് ആ ക്രൈം നടക്കുന്ന സമയത്ത് അവൻ ട്രെയിനിലാണെന്നാണ് പറയും. അപ്പൊ ഇവിടെ എന്താ? ഒരു ക്രൈം ചെയ്ത സമയത്ത് താൻ വേറെ എവിടെയാണെന്ന് ഒരു കുറ്റവാളി വാദിക്കുന്നു. അങ്ങനെയുള്ള വാദത്തെ നമുക്ക് എന്ത് വിളിക്കാം? അതാണ് അലിബായ് ആണ്. അതാണ് അലിബായ്. ഓക്കെ, അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. ഈ ഇംപ്രോംപ്റ്റു എന്ന് പറയുമ്പോൾ അർത്ഥം വിത്തൗട്ട് എനി പ്ലാൻ, ഒരു പ്ലാനോ ഒന്നും കൂടാതെ. എർഗോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇതൊരു ലാറ്റിൻ വേർഡാണ്. നമ്മുടെ ഇംഗ്ലീഷിൽ ദെയർഫോർ എന്ന് പറയത്തില്ലേ, അതുകൊണ്ട്, അക്കാരണത്താൽ എന്നൊക്കെ അർത്ഥം ആണ് എർഗോ. ഈ വൈസ് വേഴ്സ് നമുക്കറിയാം, അങ്ങോട്ടും അതുപോലെ തിരിച്ചിങ്ങോട്ടും. ഇവിടെ അലിബായ് ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, ഹി സാറ്റ് ദെയർ ഫോർ അവേഴ്സ് ഡാഷ്. ഓൺ എൻഡ് ആണോ, ഓൺ ഹാൻഡ് ആണോ, ഓൺ ദ ഫ്ലൈ ആണോ, ഓൺ ട്രാക്ക് ആണ്? എന്താണ് ഓൺ എൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? തുടർച്ചയായി. ഓൺ ഹാൻഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അവൈലബിൾ, റെഡി എന്നൊക്കെയാണ് ഓൺ ഹാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൺ ദ ഫ്ലൈ എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ ഏതെങ്കിലും കാര്യം പെട്ടെന്ന് ചെയ്യുന്നതിന് നമ്മൾ ഓൺ ദ ഫ്ലൈ എന്ന് പറയുന്നത്. ഡു ക്വിക്ക്ലി എന്നർത്ഥമില്ല ഓൺ ദ ഫ്ലൈ. ഓൺ ട്രാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നൊരു കാര്യം വിജയത്തിലേക്ക് എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഓൺ ട്രാക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഓൺ എൻഡ് എന്നാണ്. അതായത് അവൻ മണിക്കൂറുകളോളം തുടർച്ചയായിട്ട് അവിടെ ഇരുന്നു എന്നർത്ഥത്തില്ല. ഈ സാറ്റ് ദെയർ ഫോർ അവേഴ്സ് ഓൺ എൻഡ്. ഓൺ എൻഡ് ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയത്. ഇതെല്ലാം വെറൈറ്റി ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ പരീക്ഷയിൽ ചോദിക്കാം. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു. അത് മനസ്സിലായിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എന്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ വയ്ക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.